Hi everyone, welcome back to Learn with GTP. ഇന്നത്തെ ഈ വീഡിയോയിൽ we are going to learn chapter 1 of Hindi class 6 मातृभूमि. So let's start. ऊंचा खड़ा हिमालय आकाश चूमता है, नीचे चरण तले झुक नित सिंधु झूमता है. സോ ഊഞ്ച ഖട ഹിമാലയ ആകാശ് ചുംത ഹെ. ഇതിൻ്റെ മീനിങ് അത് നമ്മുടെ ഹിമാലയൻ മൗണ്ടെയ്ൻസ് നമുക്കെല്ലാം അറിയാം, റൈറ്റ്? സോ ഹിമാലയൻ മൗണ്ടെയ്ൻസ് ഒത്തിരി ടോളാണ്, അത് ഒത്തിരി ഹൈറ്റിലാണ്, റൈറ്റ്? സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഊഞ്ച ഖട മീൻസ് ഏറ്റവും ഹൈറ്റിലുള്ള ഹിമാലയൻ മൗണ്ടെയ്ൻസ്. ആകാശ് ചുംത ഹെ, ഇത്രയും ഹൈറ്റ് ഉണ്ട് ആ ഹിമാലയൻ മൗണ്ടെയ്ൻസിന്. ദറ്റ് നമുക്ക് നോക്കിയാൽ തോന്നും ദറ്റ് ആ മൗണ്ടെയ്ൻ എന്തുവാ, ആകാശത്തിനെ ടച്ച് ചെയ്യുക. ആകാശ് ചുംത മീൻസ് ആകാശത്തിനെ ടച്ച് ചെയ്യുന്ന പോലാണ് അതിൻ്റെ ഹൈറ്റ്. നീച്ചെ ചരൺ തലേ ഝുക് നിത് സിന്ധു ഝൂംതാ ഹെ. നീച്ചെ ചരൺ തലേ ഝുക് മീൻസ് അതെത്ര ഹൈറ്റിലായാലും അതിൻ്റെ ആ കീഴ്ഭാഗമില്ലേ, കീഴ്ഭാഗം എവിടെ, ഭൂമിയിൽ തന്നെയാണ്. നിത് സിന്ധു ഝൂംതാ ഹെ. ആൻഡ് അതിൻ്റെ കീഴ്ഭാഗത്തു നിന്ന് തന്നെ കുറേ റിവേഴ്സ് ഫ്ലോ ആവുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഗംഗാ റിവർ, ഏറ്റവും ഫേമസ് ഗംഗാ റിവർ, റൈറ്റ്? ആ ഗംഗാ റിവറും എന്തുവാ, നമ്മുടെ ഹിമാലയൻ മൗണ്ടെയിനിൽ നിന്ന് തന്നെയാണ് ഒഴുകി പല ഭാഗത്ത് നമ്മുടെ ദശത്തെ ഈ ബഹുത് സാരെ മീൻസ് ഒത്തിരി ഭാഗങ്ങളിൽ ആ റിവർ എത്തുന്നുണ്ട്, റൈറ്റ്? സോ let's go to the next para. गंगा यमुन त्रिवेणी नदियाँ लहर रही हैं, जगमग छटा निराली पग पग छहर रही है. So Ganga Yamun Triveni means Ganga means Ganga river, Yamun means Yamuna river, and Triveni means ഈ മൂന്ന് റിവേഴ്സിൻ്റെ സംഗം. ഓക്കെ, മൂന്ന് റിവേഴ്സ് ടുഗെദർ ജോയിൻ ആകത്തില്ലേ, അതിനാണ് ത്രിവേണി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഗംഗ, യമുന ആൻഡ് സരസ്വതി എന്ന് പറഞ്ഞൊരു റിവർ ഉണ്ട്. ആ മൂന്ന് റിവേഴ്സും ഹിമാലയത്തിൻ്റെ കീഴ്ഭാഗത്തു നിന്നാണ് ഒഴുകി വരുന്നത്. ആൻഡ് ഒഴുകിയിട്ട് അത് പല ഭാഗത്തായിട്ട് പോകും, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അത് എത്താറുണ്ട് ആ റിവർ. സോ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഗംഗ യമുൻ ത്രിവേണി. ഗംഗ യമുന മൂന്നും ടുഗെദർ മീൻസ് ത്രിവേണി ആയിട്ട്. നദിയാ ലഹർ റഹി ഹെ. നദിയാ ലഹർ റഹി ഹെ മീൻസ് ഇത് മൂന്ന് റിവേഴ്സും എന്തുവാ കൂട്ടത്തിൽ ടുഗെദർ ആയിട്ട് ജോയിൻ ആയിട്ട്. ലഹർ റഹി ഹെ മീൻസ് വേവ്സ് ഒക്കെ ആയിട്ട് നല്ല രസവാത് കാണാൻ. ലഹർ റഹി ഹെ മീൻസ് നമ്മൾ ബീച്ചിൽ പോയാൽ നിങ്ങൾ കാണത്തില്ല ഒത്തിരി വേവ്സ്, അതിനാണ് ലഹർ എന്ന് പറയുന്നത്. സോ ഈ മൂന്ന് നദികളും കൂട്ടി യോജിച്ച് ലഹർ റഹി ഹെ, ലഹർ ഫോം ചെയ്യുന്നുണ്ട്. ജഗ്മഗ് ഛട്ടാ നിരാലി പഗ് പഗ് ഛഹർ റഹി ഹെ. ജഗ്മഗ് മീൻസ് ഷൈനി, ഛട്ടാ നിരാലി. സോ ഇതിൻ്റെ അർത്ഥവാ ദാറ്റ് ഈ നദികളുടെ ബ്യൂട്ടി ഭയങ്കര സ്പെഷ്യലാണ്. ഓക്കെ, ജഗ്മഗ് എന്നത് സ്പാർക്കിൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ജഗ്മഗ് മീൻസ് സ്പാർക്കിൾ ചെയ്യുക. ജഗ്മഗ് ഛട്ടാ നിരാലി, ഈ ലൈൻ്റെ അർത്ഥവാ ദാറ്റ് ഈ മൂന്ന് റിവേഴ്സും കൂടി യോജിക്കുമ്പം അതിൻ്റെ ആ ഒരു വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, സോ ആ റിവേഴ്സിലോട്ട് സൺലൈറ്റ് അങ്ങോട്ട് അടിക്കുമ്പോൾ അത് കാണാൻ ഭയങ്കര ഷൈനിയാണ്. ഓക്കെ, ഭയങ്കര ഷൈനി, സ്പാർക്കിൾ ചെയ്യുന്ന പോലെ. ഓക്കെ, സ്പാർക്കിൾ ചെയ്യുന്ന പോലെ. ആൻഡ് ദെൻ ഒരു ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത പോലത്തെ ഒരു വ്യൂ ആയിരിക്കും. അതാണ് ഇവിടെ പോയിട്ട് പറഞ്ഞിരിക്കുന്നത്. മൂന്ന് റിവേഴ്സ് ഗംഗ, യമുന, സരസ്വതി, ഇതിൻ്റെ ഒരു ത്രിവേണി ഉണ്ടാക്കി അവർ ടുഗെദറായി അവർ ലഹർ ഫോം ചെയ്യുക. കൂടി യോജിച്ച് തട്ടിയും മുട്ടിയും ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ആ വ്യൂ ജഗ്മഗ് ഛട്ടാ നിരാലി മീൻസ് അതിൻ്റെ ആ വ്യൂ കാണാൻ ഭയങ്കര സുന്ദരമാണ്. ഓക്കെ, പഗ് പഗ് ഛഹർ റഹി ഹെ. പഗ് പഗ് മീൻസ് എവറി സ്റ്റെപ്പ്. ഓക്കെ, സോ ഈ നദികൾ കൂടി യോജിച്ച് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ ഇത് ഓരോ സ്റ്റെപ്പ് അവർ പാസ് ചെയ്യുമ്പോഴും അതിൻ്റെ ആ സൗണ്ടില്ലേ നമ്മുടെ ഹൃദയത്തിൽ തട്ടും. പഗ് പഗ് ഛഹർ റഹി ഹെ, ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ്. സോ ഈ ഒരു പാരഗ്രാഫിൻ്റെ മീനിങ് ഇതാണ്, ദാറ്റ് നമ്മുടെ ഈ ഇന്ത്യ ഒത്തിരി സുന്ദരമാണ്. ആൻഡ് ഈ റിവേഴ്സൊക്കെ കൂടി യോജിച്ച് അതിനെ കുറച്ചുകൂടെ സുന്ദരമാക്കുക. സോ നമ്മൾ ഇതിനെ എപ്പോഴും പ്രിസർവ് ചെയ്ത് വെക്കണം, ഇത് വേസ്റ്റ് ആക്കല്ല. അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, അതാണ് ഉദ്ദേശിച്ച് വരുന്നത്, അതാണ് ഞാൻ പറയാൻ വന്നത്. सो नेक्स्ट पैराग्राफ. वह पुण्य भूमि मेरी, वह स्वर्ण भूमि मेरी, वह जन्मभूमि मेरी, वह मातृभूमि मेरी. സോ ഇതിൽ പോയിറ്റിൻ്റെ ഫീലിങ്സ് ഡിസ്ക്രൈബ് ചെയ്യുക. ദാറ്റ് പോയിറ്റ് എന്തുവാ, പോയിറ്റിൻ്റെ കൺട്രി മീൻസ് നമ്മുടെ കൺട്രീനെ കുറിച്ച് ഫീൽ ചെയ്യുന്നതെന്നാണ് പോയിറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ വ പുണ്യഭൂമി മേരി, ദിസ് മീൻസ് പുണ്യ മീൻസ് ഹോളി. ഓക്കെ, സോ പോയിറ്റ് പറയുക ദാറ്റ് നമ്മുടെ ഭൂമി ഒരു പുണ്യഭൂമിയാണ്. പുണ്യ മീൻസ് ഹോളി. ഓക്കെ, സോ ഇന്ത്യ ഒരു പവിത്രമായ ഭൂമിയാണ് എന്നാണ് പോയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ലൈനിൽ വഹ സ്വർണ്ണ ഭൂമി മേരി. ആൻഡ് ദെൻ പോയിട്ട് പറയുക ദാറ്റ് എൻ്റെ ഭൂമി എങ്ങനെ സ്വർണ്ണത്തെ പോലത്തെ ഒരു ഭൂമിയാണ്. വഹ ജന്മഭൂമി മേരി. സോ ജന്മഭൂമി മീൻസ് ഞാൻ ജനിച്ച ആ ഭൂമി. സോ ഇത് ജന്മഭൂമി, എൻ്റെ ജന്മഭൂമി എങ്ങനെ പുണ്യഭൂമിയാണ്, സ്വർണ്ണഭൂമിയാണ്. വഹ മാതൃഭൂമി മേരി, മദർലാൻഡ്. ഓക്കെ, സോ മാതൃഭൂമി മീൻസ് മദർലാൻഡ്. സോ പോയിട്ട് പറയുക ദാറ്റ് എൻ്റെ ഭൂമി എങ്ങനത്തെ ഭൂമിയാണ്, പുണ്യഭൂമിയാണ്, സ്വർണ്ണത്തെ പോലത്തെ ഭൂമിയാണ്, സ്വർണ്ണഭൂമി. ജന്മഭൂമി മീൻസ് ഞാൻ ജനിച്ച ഭൂമിയാണ്. വ മാതൃഭൂമി മേരി മീൻസ് എൻ്റെ മദർലാൻഡാണ് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് ലൈൻസ്. झरने अनेक झरते जिसकी पहाड़ियों में चिड़िया चहक रही है, हो मस्त झाड़ियों में.
झरने अनेक झरते, झरने മീൻസ് വാട്ടർഫോൾസ്, അനേക് ഝർത്തെ മീൻസ് കുറേ വാട്ടർഫോൾസ്. സോ നമ്മുടെ പോയിട്ട് പറയാം that നമ്മുടെ ദേശത്തിൽ കുറേ വാട്ടർഫോൾസ് ഉണ്ട്. ഓക്കെ, സോ ഈ വാട്ടർഫോൾസ് ഇങ്ങനെ ചുമ്മാ കാണാൻ കിട്ടുന്ന വാട്ടർഫോൾസ് അല്ല, ജിസ്കി പഹാടിയോ മീൻസ് ഈ മൗണ്ടെയിൻസ്, വലിയ വലിയ മൗണ്ടെയിൻസിൻ്റെ ഇടയ്ക്ക് എന്താ വാട്ടർഫോൾസ് നമുക്ക് എൻ്റെ ദേശത്തിൽ കാണാൻ പറ്റും. അങ്ങനെ പോയിട്ട് പറയുക. ഓക്കെ, ചിടിയ ചഹക് രഹി ഹൈ ഹോ മസ്ത് ഝാടിയോ മേ. ആൻഡ് ദിസ് മീൻസ് ദാറ്റ് ഈ ഒരു മീൻസ് പഹാടിയോ മേ, ഈ മൗണ്ടെയിൻസിൽ കുറേ ചിടിയ മീൻസ് ബേർഡ്സ് ചോപ്പ് ചെയ്യുക, മീൻസ് ബേർഡ്സ് സൗണ്ട് ഉണ്ടാക്കുക. ഓക്കെ, ഹോ മസ്റ്റ് ഝാടിയോ മേ, ഹോ മസ്റ്റ് മീൻസ് ആ ട്രീസിൻ്റെ ഒക്കെ ഇടയ്ക്ക്, ആ മൗണ്ടെയിൻസിൽ ട്രീസിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഈ ബേർഡ്സ് നല്ല ജോയ്ഫുൾ സൗണ്ട്സ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, സോ അതാണ് പോയിട്ട് പറയുന്നത് ദാറ്റ് എൻ്റെ ദേശത്തിൽ എന്തുവാ വാട്ടർഫോൾസ്, കുറേ വാട്ടർഫോൾസ് ഉണ്ട്. ആൻഡ് ഈ വാട്ടർഫോൾസ് ചുമ്മാ ഇങ്ങനെയൊക്കെ കാണാൻ കിട്ടത്തില്ല, മൗണ്ടെയിൻസിൽ വരെ, എൻ്റെ ദേശത്തിൽ മൗണ്ടെയിൻസിൽ വരെ നിങ്ങൾക്ക് വാട്ടർഫോൾസ് കാണാൻ കിട്ടും. ആൻഡ് ചിടിയ മീൻസ് ബേർഡ്സ്, ആ മൗണ്ടെയിൻസിൽ തന്നെ ബേർഡ്സ് ട്രീസിൻ്റെ ഒക്കെ ഇടയ്ക്ക് ജോയ്ഫുൾ സൗണ്ട്സും ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുവാണ്. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഇറ്റ് മീൻസ്. സോ ഈ പോയത്തിൽ ഇറ്റ്സ് ലൈക്ക് പോയറ്റ് ഭയങ്കര മീൻസ് കവി ഭയങ്കര പ്രൗഡാണ് ദാറ്റ് നമ്മുടെ ദേശം ഇന്ത്യ ഇത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ലൈൻസ്. अमराइया घनी है, कोयल पुकारती है, बहती मलय पवन है, तन मन सवारती है. അമ്രായ്യ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അമ്രായ്യ? മാംഗോ ട്രീസ് ഇല്ലേ, മാംഗോ ട്രീസിനാണ് നമ്മൾ അമ്രായ്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ അമ്രായ്യ ഘനി ഹെ മീൻസ് എൻ്റെ ദേശം, പോയിട്ട് പറയാം എൻ്റെ ദേശത്തിൽ മാംഗോ ട്രീസ് എന്തുവാ, തിക്ക് മാംഗോ ട്രീസ്, നല്ല വണ്ണമുള്ള മാംഗോ ട്രീസ് ഉണ്ട് എൻ്റെ ദേശത്തിൽ. കോയൽ പുകാർത്തി ഹെ, ആ മാംഗോ ട്രീസിൻ്റെ അകത്ത് എന്തുവാ കോയൽ മീൻസ് കുയിൽ. ഓക്കെ, കുയിൽ മീൻസ് ഇറ്റ്സ് എ ബേർഡ്. സോ കോയൽ എന്തുവാ പുകാർത്തി ഹെ, കോയൽ സ്വീറ്റ് വോയിസസ് ഉണ്ടാക്കുക. സോ അമ്രായ്യ മീൻസ് മാംഗോ ട്രീസ്, ഘനി മീൻസ് തിക്ക്, വണ്ണമുള്ള. സോ പോയിട്ട് പറയാം എൻ്റെ ദേശത്തിൽ എന്തുവാ ഉള്ളത്, മാംഗോ ട്രീസ് ഉണ്ട്, അതും വണ്ണമുള്ള മാംഗോ ട്രീസ്. കോയൽ പുകാർത്തി ഹെ, ആ മാംഗോ ട്രീസിൽ തന്നെ കുറേ കോയലുണ്ട്. ആൻഡ് കോയൽ എന്തുവാ നല്ല സ്വീറ്റ് വോയിസും കൊണ്ട് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക. പുകാർത്തി ഹെ മീൻസ് ആ സൗണ്ട് കേട്ടാൽ നമുക്ക് ഇങ്ങനെ തോന്നുന്നത് കോയൽ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ബഹത്തി മലയ് പവൻ ഹെ, പവൻ മീൻസ് നല്ല തണുത്ത കാറ്റ്, അതിനാണ് നമ്മൾ പവൻ എന്ന് പറയുന്നത്. ബഹത്തി മീൻസ് പവൻ മീൻസ് ഈ കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, ഈ മാംഗോ ട്രീസിൽ നിന്ന് വരുന്ന നല്ല തണുത്ത കാറ്റ് എന്തോ നമ്മളെ അടിച്ചുകൊണ്ടിരിക്കുക. തൻ മൻ സവാർത്തി ഹെ, തൻ മൻ മീൻസ് ഹിയർ തൻ മൻ എന്ന് കൊടുത്തിട്ടുണ്ട്. തൻ മൻ മീൻസ് മൈൻഡ് ആൻഡ് ബോഡി. ഓക്കെ, തൻ മീൻസ് ബോഡി, മൻ മീൻസ് നമ്മുടെ മൈൻഡ്. ഓക്കെ, സോ തൻ മൻ സവാർത്തി ഹെ മീൻസ് ഈ കോൾഡ് കാറ്റ് അങ്ങോട്ട്, ഈ തണുത്ത കാറ്റ് അടിക്കുമ്പോൾ നമ്മുടെ എന്തുവാ മൈൻഡ് ആൻഡ് ബോഡി ഫ്രഷ് ആകും. അതാണ് പോയിട്ട് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ वह धर्म भूमि मेरी, वह कर्म भूमि मेरी, वह जन्म भूमि मेरी, वह मातृभूमि मेरी. സോ പോയിട്ട് അഗൈൻ എന്തുവാ പോയിറ്റിൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക, പോയിട്ട് എത്ര പ്രൗഡാണ് അത് പോയിട്ട് കാണിക്കുക ഈ ലൈൻസിൽ. സോ പോയിട്ട് പറയുക വ ധർമ്മ ഭൂമി മേരി മീൻസ് നമ്മുടെ ധർമ്മം. സോ പോയിറ്റിൻ്റെ ഫുൾ റിലീജിയൻ ധർമ്മം എന്തുവാ ഈ ഭൂമിയാണ് പോയിറ്റിൻ്റെ ഫുൾ ധർമ്മം. സോ ധർമ്മഭൂമി മേരി, പോയിട്ട് പറയാം യഹ് മീൻസ് ഈ ദേശമാണ് എൻ്റെ ധർമ്മഭൂമി. എന്നിട്ട് പോയിട്ട് പറയാം യഹ് കർമ്മഭൂമി മേരി മീൻസ് എൻ്റെ ഫുൾ കർമ്മം ഞാൻ ഈ ദേശത്തിന് വേണ്ടി ചെയ്യും, അങ്ങനെ ഒരു ഫീലിംഗ് കൊണ്ട് പോയിട്ട് പറയാം വഹ കർമ്മഭൂമി മേരി, ഈ ദേശം എൻ്റെ കർമ്മഭൂമിയാണ്. വഹ ജന്മഭൂമി മേരി അഗൈൻ ഞാൻ ഈ ദേശത്താണ് ജനിച്ചത്. സോ ജന്മഭൂമി. വഹ മാതൃഭൂമി മേരി മീൻസ് ഈ ദേശം എന്തുവാ എൻ്റെ മദർലാൻഡ് ആണ് എന്ന് പോയിട്ട് പറയുക. നെക്സ്റ്റ് ലൈൻസ്. जन्मे जहाँ थे रघुपति, जन्मी जहाँ थी सीता, श्री कृष्ण ने सुनाई वंशी पुनीत गीता. സോ രഘുപതി മീൻസ് രാമായണത്തിൽ കൊടുത്തിട്ടുണ്ട് ദാറ്റ് രഘുപതി ശ്രീരാമിൻ്റെ ഒരു പേരാണ്. സോ ഇതിൽ പറഞ്ഞേക്കുന്ന പോയിട്ട് പറയാം ദാറ്റ് ഈ ഭൂമിയിലാണ് രഘുപതി ജനിച്ചത്. ജന്മി ജഹാത്തി സീത ആൻഡ് ദെൻ പോയിട്ട് പറയുക ദാറ്റ് ശ്രീ സീതാദേവിയും ഈ ഭൂമിയിലാണ് ജനിച്ചത്. ശ്രീകൃഷ്ണനെ സുനായി വൻഷി പുനീത് ഗീത. ആൻഡ് ദെൻ പോയിട്ട് പറയുക ദാറ്റ് ഈ ഭൂമിയിലാണ് ശ്രീകൃഷ്ണ എന്തുവാ വൻഷി പുനീത് ഗീത മീൻസ് വൻഷി മീൻസ് ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ ഒരു ഫ്ലൂട്ട് ഉണ്ടായിരുന്നു, റൈറ്റ്, ഒരു ഫ്ലൂട്ട് ഉണ്ടായിരുന്നു. അതും കൊണ്ട് എന്തുവാ നമ്മളെ അതിൻ്റെ സൗണ്ടും ഈ ഭൂമിയിലാണ് ശ്രീകൃഷ്ണൻ കേൾപ്പിച്ചത്. ഓക്കെ, ശ്രീകൃഷ്ണനെ സുനായി മീൻസ് ശ്രീകൃഷ്ണൻ കേൾപ്പിച്ചു. വൻഷി പുനീത് ഗീത മീൻസ് ആ ഫ്ലൂട്ടിൽ നിന്ന് നമ്മളെ കുറേ സൗണ്ടുകളും ഈ ഭൂമിയിലാണ് കേൾപ്പിച്ചത്. ഓക്കെ, गौतम ने जन्म लेकर जिसका सुयश बढ़ाया, जग को दिया सिखाई, जग को दिया दिखाया. സോ ഗൗതം എന്ന് വെച്ചാൽ ഗൗതം ബുദ്ധ നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു ഗ്രേറ്റ് ഗുരു, ഗ്രേറ്റ് ടീച്ചറാണ് നമ്മുടെ വേൾഡ് മീൻസ് നമ്മുടെ ദേശത്തിന് വേണ്ടി. സോ ഗൗതം ബുദ്ധൻ്റെ റിയൽ പേരാണ് ഗൗതം. സോ പോയിട്ട് പറയാം ഗൗതം നെ ജന്മ ലേക്കർ. സോ ഗൗതം ബുദ്ധയും നമ്മുടെ ദേശത്തിലാണ് ജനിച്ചത്. ജിസ്കാ സുയഷ് ബഡായ. സോ ഗൗതം ബുദ്ധ ഇത്രയും ഫേമസ് ആയി, ടീച്ചിങ്സ് ഇത്രയും കൂടുതൽ സ്പ്രെഡായി, ഇത്രയും ഫെയിം കിട്ടി ഗൗതം ബുദ്ധന്. ആൻഡ് ഗൗതം ബുദ്ധ ഇന്ത്യൻ ആണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. സോ ദാറ്റ്സ് വൈ ഇതിൽ പോയിട്ട് പറയാം ദാറ്റ് ഗൗതം ബുദ്ധ ഇവിടെ ഈ ഭൂമിയിൽ
ജനിച്ചിട്ട് ജിസ്കാ സുയഷ് ബഢായ മീൻസ് ഈ ഭൂമിൻ്റെ പേര് കുറച്ചുകൂടെ കൂട്ടി, ഫുള്ള് ലോകത്തിൽ കുറച്ചുകൂടെ ഇന്ത്യയുടെ ഫെയിം കൂട്ടി എന്നാണ് ഇതിൽ പറയുന്നത്. സുയഷ് ബഢായ മീൻസ് ഫെയിം കൂട്ടി, പ്രൗഡാക്കി. ഓക്കെ, സോ ഗൗതം ബുദ്ധൻ്റെ ഗ്രേറ്റ് ഫെയിമും ഗ്രേറ്റ് ടീച്ചിങ്സും കൊണ്ട് നമ്മുടെ ദേശത്തിൻ്റെ എന്തുവാ പേര് കൂട്ടി. ജഗ് കോ ദയാ സിഖായി മീൻസ് ഗൗതം ബുദ്ധൻ്റെ ടീച്ചിങ് എന്തിനെക്കുറിച്ചായിരുന്നു? കൈൻഡ്നെസ്സിനെ കുറിച്ചായിരുന്നു മോസ്റ്റ്ലി. സോ ഗൗതം ബുദ്ധൻ്റെ ടീച്ചിങ്ങും കൊണ്ട് എല്ലാവർക്കും എന്തുവാ കൈൻഡ്നെസ്സിൻ്റെ ഒരു ടീച്ചിങ് ആണ് കൊടുത്തത്. ദയാ സിഖായി. ജഗ് മീൻസ് ഈ ലോകത്തെ എന്തുവാ ദയാ സിഖായി മീൻസ് കൈൻഡ്നെസ് പഠിപ്പിച്ചു കൊടുത്തു. ജഗ് കോ ദിയാ ദിഖായ. ആൻഡ് ദെൻ ഗൗതം ബുദ്ധ എന്തുവാ എല്ലാവരും ദിയ മീൻസ് ദീപം. ഓക്കെ, സോ എല്ലാവരുടെയും ഒരു ജീവിതം എന്തുവാ ഡാർക്ക് ആയിട്ടാണ്, എല്ലാവരുടെയും ജീവിതം ഡാർക്ക് ആയിട്ടാണ്. അതിൽ ഗൗതം ബുദ്ധൻ്റെ ടീച്ചിങ്സ് എന്തുവാ ഒരു ലൈറ്റ്, ഒരു ദീപമായിട്ടാണ്, ഒരു ദിയ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അതാണ് ഈ ലൈൻസിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, सो फाइनली द लास्ट लाइन्स, वह युद्ध भूमि मेरी, वह बुद्ध भूमि मेरी, वह मातृभूमि मेरी, वह जन्मभूमि मेरी. സോ ഹിയർ അഗൈൻ പോയറ്റ് എന്തുവാ സോഹൻലാൽ ദ്വിവേദി ഈ പോയറ്റിൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക. വഹ യുദ്ധഭൂമി മേരി. യുദ്ധഭൂമി മീൻസ് മഹാഭാരതത്തിലൊക്കെ വളരെ ബിഗ് യുദ്ധങ്ങൾ നടന്നായിരുന്നു. സോ അങ്ങനത്തെ യുദ്ധങ്ങൾ നടന്നൊരു ഭൂമിയാണ് എൻ്റെ ഭൂമി. വഹ ബുദ്ധഭൂമി മേരി. ബുദ്ധ മീൻസ് ഗൗതം ബുദ്ധൻ്റെ ഒരു ഭൂമിയാണ് ഈ ഭൂമി, എൻ്റെ ഭൂമി. ഓക്കെ, വഹ മാതൃഭൂമി മേരി മീൻസ് അഗൈൻ എൻ്റെ മദർ ലാൻഡാണിത്. വഹ ജന്മഭൂമി മേരി മീൻസ് എൻ്റെ എന്തുവാ ഞാൻ ജനിച്ച ഭൂമിയാണ് ഇത്. സോ ദാറ്റ് വാസ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഈ പോയറ്റിൻ്റെ പേരാണ് സോഹൻലാൽ ദ്വിവേദി. സോ ഈ പോയം ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ്. ഇത് നമ്മുടെ ദേശത്തിനെക്കുറിച്ച്, നമ്മുടെ ഭൂമിയെക്കുറിച്ചാണ്. വെരി പാട്രിയോട്ടിക് പോയം. സോ ദാറ്റ് വാസ് ഇറ്റ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു can hit me up on my comment section, and also don't forget to like, share and subscribe to my channel for more such videos. Thank you so much.